ബോസ് സീസൺ 6 ഗ്രാൻഡ് ഫിനാലയിലേക്ക് അടുക്കുന്ന സാഹചര്യത്തിൽ പരമാവധി പ്രശ്നങ്ങളൊന്നുമില്ലാതെ സന്തോഷകരമായ രീതിയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മത്സരാർത്ഥികൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായ ചില സംഭവവികാസങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിരിക്കുകയാണ്. കണ്ടന്റ് വേണമെങ്കിൽ ജാസ്മിൻ ഇറങ്ങണമെന്ന് പറയുന്നതുപോലെ ജാസ്മിനാണ് ഈ വിഷയത്തിൻ്റെയും പ്രധാന ശ്രദ്ധാകേന്ദ്രം. നാട്ടുരാജാവ് ടാസ്ക് ജാസ്മിൻ്റെ കയ്യിലേക്ക് അധികാരം എത്തിയപ്പോഴാണ് ചില അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയത്. ജിൻഡോയിൽ നിന്നുമായിരുന്നു ജാസ്മിന് അധികാരം ലഭിച്ചത്. ജിൻഡോയുടെ കയ്യിൽ അധികാരമിരിക്കെ അദ്ദേഹം നടത്തിയ ടാസ്കുകളിൽ വിജയിച്ചതോടെയാണ് ബിഗ് ബോസ് വീട്ടിലെ മഹാറാണിയായി ജാസ്മിൻ മാറിയത്. അധികാര കസേരയിലിരുന്ന് പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നെങ്കിലും തൊട്ടടുത്ത നിമിഷം അധികാരം നഷ്ടമാവുകയും ചെയ്തു. ജാസ്മിൻ്റെ കയ്യിൽ നിന്നും സിജോ അധികാരത്തിൻ്റെ ദണ്ട് തട്ടിപ്പറിച്ചെടുക്കുകയായിരുന്നു. ദണ്ട് നഷ്ടപ്പെട്ട നിൽക്കുന്ന ഇടത്തു നിന്നും അനങ്ങാൻ പാടില്ലെന്നാണ് ചട്ടം. എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ മറ്റുള്ളവർ എടുത്തുകൊണ്ട് പോകണം. നഷ്ടമായ ദണ്ട് തിരികെ പിടിക്കാൻ തൻ്റെ അനുയായികളെ ജാസ്മിൻ അയച്ചു. ശ്രീതു സിജോയിൽ നിന്നും പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെ ദണ്ട് തട്ടി ലൈറ്റ് പൊട്ടുകയും വീഴുകയും ചെയ്തു. ദണ്ട് പോയതോടെ താക്കോൽ ജാസ്മിൻ അഭിഷേക് കൊടുക്കുകയും ചെയ്തു. ഇതോടെ നിയമപ്രകാരം ജാസ്മിൻ സംസാരിക്കാനും പറ്റില്ല. ദണ്ടും താക്കോലും നഷ്ടമായതോടെ അധികാരം നഷ്ടമായെന്ന ധാരണയിലായിരുന്നു ജാസ്മിൻ. എന്നാൽ അവിടെയും ഒരാളും ജാസ്മിന് ഈ വാദം അംഗീകരിച്ചില്ല. ബിഗ് ബോസ് പറയുമ്പോഴോ അല്ലെങ്കിൽ രണ്ടും വേറെ ഒരാളുടെ അടുത്ത് വരുമ്പോഴോ മാത്രമാണ് അധികാരം മറ്റൊരാൾക്ക് ലഭിക്കുന്നതെന്നായിരുന്നു അവരുടെ വാദം. ഇത് അംഗീകരിക്കാത്ത ജാസ്മിൻ സംസാരിക്കുകയും ഒരിടത്ത് പോയി ഇരിക്കുകയും ചെയ്യുന്നു. ജാസ്മിൻ്റെ ഈ പ്രവൃത്തിയെ തുടർന്നാണ് വഴക്കുണ്ടാകുന്നത്. മറ്റുള്ളവർ ചോദിച്ചപ്പോൾ ഇന്നലെ സായി ഇന്നലെ അങ്ങനെ അല്ലല്ലോ ചെയ്തത് കാര്യം എന്ന് ജാസ്മിൻ പറയുന്നു. എന്നിട്ടും അതൊന്നും അംഗീകരിക്കാൻ മറ്റുള്ളവർ തയ്യാറായിട്ടില്ല. ടാസ്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലെന്നായിരുന്നു അഭിഷേക് ജാസ്മിനോട് സംസാരിച്ചത്. ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് ഇത് സംബന്ധിച്ച് വ്യക്തമായ അറിയിപ്പൊന്നും ലഭിച്ചിട്ടുമില്ല. അതേസമയം ജാസ്മിൻ്റെ ഭാഗത്താണ് ന്യായമെന്നാണ് താരത്തിൻ്റെ ആരാധകർ അവകാശപ്പെടുന്നത്. അവർ പറയേണ്ടിടത്ത് എല്ലാം പറയേണ്ടവരുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നതിനാൽ മറ്റുള്ളവർ ഒറ്റക്കെട്ടായി അവരെ എതിർക്കുകയാണ്. അതാണ് ഇപ്പോൾ കാണുന്നതെന്നും പ്രേക്ഷകർ കുറിക്കുന്നു. അത്തരത്തിലുള്ള ഒരു കുറിപ്പിൻ്റെ പൂർണ്ണരൂപമാണ് ഇന്ന് സോഷ്യൽ മീഡിയ വൈറലാവുന്നത്. മലയാളം ബിഗ് ബോസിൽ ആദ്യത്തെ സീസണിൽ തന്നെ ഹീറോ ആയി. സൂത്രശാലി എന്ന് ബിഗ് ബോസ് വിളിച്ച സാബുമോൻ. പക്ഷേ ഒരു ഹീറോയിനെ കിട്ടാൻ 6 സീസൺ കാത്തിരിക്കേണ്ടി വന്നു. ആ കാത്തിരിപ്പിന് വെറുതെ ആയില്ല. ഒരു മത്സരാർത്ഥിയും കടന്നുപോകാത്ത ഇമോഷണൽ റോളർ കോസ്റ്ററിലൂടെ കടന്നുപോയവളാണ്. പക്ഷേ ഒരിക്കൽ പോലും നാടകം കളിച്ച് കുടുംബ പ്രേക്ഷകരെ പറ്റിച്ചു അവൾ നടന്നിട്ടില്ല. അവൾക്കുള്ള കുറ്റങ്ങളും കുറവുകളും ഒന്നിനും വോട്ടിനു വേണ്ടി മറച്ചു പിടിക്കുന്ന ആളല്ല. അവൾ എന്താണോ അതുതന്നെയാണ് പ്രേക്ഷകർ കണ്ടത്. വോട്ടിനു വേണ്ടി സ്വന്തം ബോധ്യത്തിൽ നിന്ന് തള്ളിപ്പറയേണ്ട കാര്യമില്ല. അവൾ പറയേണ്ടതെല്ലാം പറയേണ്ടിടത്ത് മുഖത്തു നോക്കി പറഞ്ഞിരിക്കുന്നു. മുഖത്തു നോക്കി പറയുന്നതൊന്നും ആരുടെയും പിന്നിൽ നിന്ന് പറഞ്ഞിട്ടുമില്ല. തനിക്കെതിരെ വരുന്നവരോട് കാണിച്ച ബോൾഡ്നെസ് കുറിച്ചുകൊണ്ടുള്ള മറുപടികൾ, തഗ്ഗുകൾ, എൻ്റർടൈൻമെൻറ്റ്, ടാസ്ക് ചെയ്യുമ്പോഴുള്ള ഗെയിം സ്പിരിറ്റ്, ബുദ്ധിസാമർഥ്യം, ടാസ്ക് ചെയ്യുമ്പോഴുള്ള സ്കിൽ, മൊത്തത്തിൽ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്തായിരിക്കണമോ അതായിരുന്നു ജാസ്മിൻ. ഒരു സീസൺ മൊത്തം തൻ്റേതാക്കി ആയിരുന്നു അവൾ ഫിനാലെ വീക്കിലേക്ക് കടക്കുക. കപ്പ് കിട്ടിയാലും ഇല്ലെങ്കിലും ഇത് ജാസ്മിൻ്റെ സീസണാണ്. ജാസ്മിൻ്റെ മാത്രം.